ഇട്ടിയമ്മ ചാടിയാലും കൊട്ടിയമ്പലത്തിലോളം പൊട്ടിപ്പെണ്ണെ കുട്ടി താറാവേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വെണ്ടയാണ് ഇത് കേട്ടോ. വെണ്ടര കാലാവധി കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ലാസ്റ്റേക്ക് അപ്പോൾ ഇനി വലുതാവണില്ല, കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചല്ലണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വെണ്ട വിത്ത് നടാൻ പോകുന്നതാണ്. അപ്പം മണ്ണുത്തിൽ നിന്ന് വെണ്ടര വിത്ത് വാങ്ങിച്ചു. ഈ വെണ്ട വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ടൈപ്പ് വെണ്ട വിത്തുണ്ട് മണ്ണുത്തിയിൽ. മറ്റേത് അർക്ക അനാമിക ഒരെണ്ണം, പിന്നെ ഇപ്പം ഉള്ളതാണ് വർഷ ഉപഹാർ. അപ്പോൾ നമ്മൾ ഇതാണ് നടാൻ പോണത്. ഇതിൽ നിന്നാണ് തുടക്കം പൊട്ടുന്നത്. ഇത്രയും വിത്തുണ്ട്. ഇതല്ല, നമ്മൾ അർക്ക അനാമികയാണ് മെയിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ആദ്യം കൊത്തിക്കളയനെ വെണ്ട നടാനായിട്ട് ആദ്യം മണ്ണിനായിട്ട് കൊത്തി മറിക്കുക. ഈ കിണർ പണിക്കാരൊക്കെ ഉണ്ടല്ലേ, കൊത്തുമ്പോൾ ഹൈറ്റ് കൂട്ടിയിട്ട് അലക്കും. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് ആഴ്ന്നിറങ്ങും. ഇങ്ങനെ കളക്കില്ലേ നമ്മൾ, ഇങ്ങനെ ആഞ്ഞ് കളക്കില്ലേ. അപ്പോൾ നമുക്ക് വെയിറ്റ് അടിക്കുന്നു വേണ്ട. ഇവിടെയൊക്കെ നല്ല വ്യായാമ കടാ. കട്ടുറുമ്പിൻ്റെ കൂട്ടം, കട്ടുറുമ്പുകൾ ജാതി കടിയവർ. പണ്ട് ഈ കട്ടുറുമ്പുകളില്ലേ, അരിച്ചാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറുമ്പുണ്ട്, അരിച്ചാൻ. അവർ തരി ബ്ലാക്കായിട്ട് നീളത്തിലുള്ള ഒരു സാധനം. അവർ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര, കട്ടുറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് കുഴപ്പമില്ല. അരിച്ചാൻ കടിച്ചു കഴിഞ്ഞാൽ ഊച്ചിയെ പോലെയാ, കടന്നൽ കുത്തിയെ പോലെ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഈ അരിച്ചാനും ഈ കട്ടുറുമ്പിനും ഏതിനാണ് ശക്തി, ഏതിനാണ് കഴിവ് കൂടുതലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടുറുമ്പുകളില്ലേ, കട്ടുറുമ്പുകളെ പിടിക്കാൻ കുഴപ്പമില്ല. കട്ടുറുമ്പുകളെ ഒരു ഇലയില മറ്റേ ഈ ഉടുന്നുണ്ടിൻ്റെ വലിയ ഇലയിലൊക്കെ കുറേ എണ്ണത്തിന് ഇങ്ങോട്ട് ആക്കി അരിക്കട് കയറ്റി വിട്ടിട്ട് ഈ കട്ടുറുമ്പ് ഈ അരിച്ചാൻ്റെ കൂടുണ്ട്, അവർ ഭയങ്കര ഭീകരന്മാരാ. അവരെ കൂട്ടിലേക്ക് കൊണ്ടുവന്നിടും. എന്നിട്ട് ആരാണ് ആദ്യം പരസ്പരം പോരടിച്ച് ചാവാൻ നോക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല, വെറുതെ കാണാനൊരു കൗതുകം. ഈ സിംഹം കടുവയും തമ്മിൽ ആരാണ് ശക്തിമാൻ നോക്കില്ലേ, ആ ഒരു ഇതാണ് ഇവരത്. ആസ്വദിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ ചെറുപ്പകാലത്ത് ഓരോ പ്രാന്തുകളെ, കുഞ്ഞുകിടാങ്ങളായിരിക്കുമ്പോൾ ഓരോ പ്രാന്തുകളാണ്. വേണ്ട വേണ്ട വേണ്ട, പയറെല്ലാം മുളച്ചില്ലേ. വെട്ടുകിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടൂറുമ്പെ കൊച്ചു നങ്ങേലി. ഇട്ടിയമ്മ ചാടിയാലും കൊട്ടിയമ്പലത്തിലോളം പൊട്ടിപ്പെണ്ണെ കുട്ടി താറാവേ, പൊട്ടിപ്പെണ്ണെ കുട്ടി താറാവേ. കട്ടൂറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി. ഞാനേ കട്ടുറുമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ വെല്ലുവിളി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പണ്ട് 1978 അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള പടം. അതിൽ സോമനും ജയഭാരതി ഉണ്ട്. ജയഭാരതിനെ എങ്ങനെയുണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരു വിശാലമായൊരു സ്ഥലത്ത് എന്നിട്ട് കുറേ പിള്ളേരുകൾ ഒതുക്കിയായിട്ട് പാടമാണ്. എനിക്ക് 8-9 വയസ്സുള്ളപ്പോൾ കണ്ടിട്ടുള്ള പടമാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പണ്ടത്തെ സോമനും ജയഭാരതി ഞാൻ തോന്നുന്നുണ്ട്. അതിൽ 12 ഇടികളാണ്ട്. അപ്പം ഈ കട്ടുറുമ്പിൻ്റെ കഥ പറഞ്ഞപ്പോൾ കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി. അപ്പം നമ്മൾ ഇവിടെ സരിത നമ്മുടെ ഒരു നാടൻ കോഴിയുടെ കൂട്ടാൻ വയ്ക്കാൻ പോണു. അത് എല്ലാവരും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പം അതൊരു വേറൊരു അടിപൊളി ചോറ് നടന്ന് ഇന്ന് ശനിയാഴ്ചയില്ല. അപ്പോൾ നമ്മൾ കൈക്കോട്ട് കളച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ അടിപൊളി ഒരു ഊണ്, കോഴി കൂട്ടാനും കൂട്ടിയിട്ട് ഊണ്, മിളക് അരച്ച് അമ്മിയും അരച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ കാലത്ത് കഞ്ഞി വെച്ചായിരുന്നേ, ഇതിന് മോളി വിറകൊക്കെ എടുത്ത് വെച്ചാൽ തീ പോയിട്ടില്ല. നമ്മുടെ കോഴി കേട്ടാ കൊന്നു. നമ്മുടെ 2 ചാത്തന്മാരുണ്ടായിരുന്നല്ലോ, അതിലത്തെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ കൊണ്ടുപോയി വെയിറ്റ് നോക്കണ ചാത്തല്ലേ, അതിനവിടെ നിർത്തിയിട്ട്. അല്ലാണ്ട് അതിന്റെ താഴെയുള്ളവരുണ്ടായിരുന്നു, അവനുണ്ട് 3 എണ്ണൂറുണ്ട്. അതിനെ കൊന്നു. അത് പെടകള് തോറ്റു ഇറ്റങ്ങളെ കൊണ്ട്. ഇത് വലിയ ഭയങ്കര പ്രത്യേകതകളൊന്നുമില്ല, പക്ഷെ നല്ല രസാട്ടാ. അതിന്റെ ചാറൊക്കെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. ചോറ് കൂട്ടി ഉണ്ണാനായിട്ട് നല്ല രസമാണ്. വെച്ചന്നേക്കാളും പിറ്റേ ദിവസം ഇത്തിരി ടേസ്റ്റ് കൂടും, അപ്പോഴത്തേക്കും കഴിയും.
ഇതെന്തിട്ട് ചെയ്യാന്നറിയോ? ആദ്യം തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം. മുഴുവൻമുളക്, പിന്നെ മല്ലി, കുരുമുളക്, കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ജീരകം, 2-3 ഏലക്കായ, 2-3 കരയാമ്പൂ, പിന്നെ കറുവപ്പട്ട, ഈ വക സാധനങ്ങളൊക്കെ വറുത്തിട്ട് അരയ്ക്കണം. നാളികേരം അരക്കില്ല. അതാണ് ഇതിന്റെ ഇത്. നമ്മള് വറുത്തരച്ച് കൂട്ടാൻ വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം വേണ്ട. നാളികേരം വന്നാലേ കൂട്ടാന്റെ ഒരു വേറൊരു രീതിയായിരിക്കും. അതും ടേസ്റ്റിനായിട്ടുണ്ടാ. നമുക്ക് കുമ്പളങ്ങ വറുത്തരച്ചിട്ട് കുമ്പളങ്ങയും കോഴിയും കൂടിയിട്ട് ചെയ്തില്ല. ഈ കോഴിക്കാണെങ്കിൽ ഒടുക്കത്തെ നെയ്യ. അതായത് ഞാൻ ഇത്രയും വലിയ കോഴിയില്ല, ഇതിനെ കൊണ്ടുപോയി അവിടെ മിഷ്യയില്ലേ, പപ്പ് പറിക്കാനുള്ള മിഷ്യനില്ല, ഇവിടെ നേരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ തൊലി പൊളിക്കാണ് ചെയ്തത്. തൊലി പൊളിച്ചപ്പോ നെയ്യുമായ, കോഴി നെയ്യ്, മഞ്ഞ കളറുള്ള നെയ്യുമായ. തൊലി പൊളിച്ചപ്പോ കൊറേ നെയ്യ് പോയിണ്ടാവും. എന്നിട്ട് തന്നെ എന്തോരം നെയ്യാന്നറിയും. നടാൻ പോവാ. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ആരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. വെട്ടുകിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടുറുമ്പെ കൊച്ചു നങ്ങേലി, ഇട്ടിയമ്മ ചാടിയാലും പൊട്ടിയമ്പലത്തിലോളം പൊട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, പൊട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി, കട്ടുറുമ്പേ വാ. പെണ്ണുങ്ങളെ പിന്നെ ഇവിടെ നടന്നിട്ട് ഇങ്ങനെ പാടാൻ പറ്റിയ പാട്ടല്ലേ. നെയ്യുറുമ്പേ നാടോടി. കോപ്പിറൈറ്റ് ഉണ്ടാവുന്ന അറിയില്ല, ദൈവത്തിനറിയാം. ബിച്ചു തിരുമലരെ പണ്ട ഒരു ഹിറ്റ് ഗാനാണത്. ബിച്ചു തിരുമല ഇത്ര നല്ല പാട്ടൊക്കെ എഴുതിണ്ടാ. ആ പാട്ടിന്റെ പോലെ തോന്നുന്നു എനിക്ക്. അതിന്റെ കോപ്പിയാന്നോണ്ട് ഇതിട്ടുള്ളേ ചെലപ്പോ ആയിരിക്കും അത്. കാഴ്ചയാ. അല്ല, അത് പണ്ടുള്ളത് തന്നെയില്ലേ ആ പാട്ട്? കുട്ടനാടൻ പുഞ്ചയിലെ കുട്ടനാടൻ കായലിലെ വെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി. അപ്പൊ ഇത് നിർത്താവും. ഇത് 1978 ആ സോമനൊക്കെ വെല്ലുവിളി. അതായത് ആ സിനിമയില് എന്തിനും വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്ന ആളാണ് സോമൻ. അങ്ങനത്തെ ആയിരിക്കും. അല്ല, എന്റെ ഓർമ്മയില് അതൊരു ചെറിയൊരു ക്രാവ് ആയിട്ടാണ് നമ്മള് സിനിമ കണ്ടിട്ടുള്ളത്. അല്ല, ക്രാവിന്റെ പ്രായത്തിലാണല്ലോ നമ്മള് സിനിമ കണ്ടിട്ടുള്ളത്. കുഞ്ഞ് എന്താ പറയാ, വലിയ ആളല്ലല്ല നമ്മളായിരുന്നേ, ചെറുതായിരിക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളതെന്ന്. 8-9 വയസ്സുള്ളപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്തോരം ഓർമ്മയുണ്ടാവും. പക്ഷെ അതിലെ മെയിനായിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, അതിലെ ഒരു ഭാഗം എനിക്ക് ഓർമ്മയുണ്ട്. ജോസ് പ്രകാശ് ഉണ്ട്. ജോസ് പ്രകാശ് വില്ലനാണ്, സോമൻ നായകനാണ്. അതില് ഒരു ജോസ് പ്രകാശ് എല്ലാവരും ഇടിക്കുന്ന ആളുമാണ്. സോമനായിട്ടൊരു ഇടി വരും. അപ്പോൾ ഒരു ഇടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോസ് പ്രകാശ് ഇവിടെ നിന്ന് നോർത്ത് ഇത് ഇങ്ങനെ ഒറ്റ പോക്കാണ് മുകളിലേക്ക്. ഒരു 10-12 അടി ഉയരത്തിലേക്ക് പോവും. ഇങ്ങനെ എടുത്ത് പോവും. എന്നിട്ട് വന്നിട്ടുണ്ട് ഒരു ഇടി. അപ്പൊ സോമൻ മറിഞ്ഞ് പോയി. അങ്ങനത്തെ ഒരു ഇടി ഉണ്ട്, ഓർമ്മയുണ്ട്, എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സോമൻ ഇങ്ങനെ വീണ് കിടന്നിട്ട് സോമൻ, അപ്പോൾ മാസ്റ്റർ കുക്കിന് സോമൻ്റെ ചിങ്കിടി ചെറിയ ഒരു കുട്ടി ഉണ്ടാവും സിനിമയിൽ. അപ്പോൾ സോമൻ പറയും, നിന്നെ എനിക്ക് മനസ്സിലായി, ഇനി എന്നെ നിനക്ക് മനസ്സിലാകണ്ടേ എന്ന് പറഞ്ഞിട്ട് സോമൻ അതിലും വലിയ ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. എന്നിട്ട് ഒരു ഇടി. അങ്ങനെ ജോസ് പ്രകാശിനെ ഇടിച്ച് തവിടുപൊടിയൊക്കെ. അവസാനം ജോസ് പ്രകാശും സോമനും കൂട്ടായിട്ട് മാറൂട്ടാ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ വില്ലന്മാരൊക്കെ ഉണ്ടെന്നുണ്ട്, ഓർമ്മയൊന്നുമില്ലേ. അല്ല, അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പൊങ്ങണത് തന്നെ മുകളിലേക്ക്, ആകാശത്തേക്ക് പൊങ്ങണത്. എന്താ കഥ. അന്ന് ഇടിയൊക്കെ കൂടുതലുള്ള പടത്തിൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ സിനിമയെ പറ്റി നമ്മുടെ ഏത് വീഡിയോയിലും ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് സിനിമ കണ്ടിരിക്കണവരുമല്ല അല്ലേ? ആ അതന്നെ. പക്ഷെ സിനിമയെ കുറിച്ച് സംസാരിക്കും, ഏതെങ്കിലും പടം വരും. അപ്പൊ ഞാൻ കളിക്കാൻ പോട്ടെ, ഞാൻ എന്റെ ജോലി തുടങ്ങട്ടെ സാർ. തുടങ്ങാൻ പോണല്ലോ, കൊറേ നേരം തുടങ്ങിട്ട് ചേട്ടൻ പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങൾ വറുത്തെടുക്കാം.
ചുവപ്പു നിറമുള്ള ചെറുമണി ചോറുമുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനന. ഉപ്പിലിട്ട മാങ്ങ, അത് നീയേ പറഞ്ഞത്, ഒക്കെ ഞാൻ എന്നെ പാടിയ കാര്യം. ഇതാണ് കേട്ടോ നമ്മുടെ ഇറച്ചി കണ്ടാ നിറയെ നെയ്യാ. ഇതിന്റെ പകുതിയോളം മുന്നെടുത്ത് വെച്ചതാണ്. പകുതി വേവായി ഉണ്ടാവൂട്ടാ. കണ്ടാ നെയ്യൊക്കെ തെളിഞ്ഞു നല്ലോണം. ഇതിലൊരു തുള്ളി വെളിച്ചെണ്ണ പോലെ ഒഴിച്ചിട്ടില്ല ചേട്ടാ നമ്മള്. ആ മിളകും മല്ലിയൊക്കെ മൂപ്പിക്കാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചില്ല. ഇതിലെ പകുതി ചീഞ്ചട്ടിയിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഈ പകുതി വേവാകുമ്പോ ഈ സബോള, ഒരു സബോള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞതും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിന്റെ പകുതി ഉണ്ടല്ലോ, അല്ല ഇതിന്റെ പകുതിയല്ല, ആ കോഴീനെ കൊന്ന ഇറച്ചിയുടെ പകുതി ഉള്ളോട്ടത്. പകുതി അന്ന് വെച്ചു 2-3 ദിവസം മുന്നേ. അത് കുമ്പളങ്ങിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ കഷ്ണമൊന്നും ഇടില്ല. അത് നെയ്യുള്ള കാരണം കഷ്ണങ്ങൾ എന്തെങ്കിലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചേനയാ, വലിയ മൂപ്പില്ലാത്ത കായയാ, കുമ്പളങ്ങിയാ, പിന്നെ ഉരുളൻകിഴങ്ങാ, അങ്ങനെ എന്തിട്ടാണെങ്കിൽ ഇടാം. ഇന്നിപ്പോ കഷ്ണമൊന്നും നമ്മൾ ഇടില്ലേ. നല്ലോണം നെയ്യുണ്ട് കേട്ടാ. നമ്മുടെ ചിക്കൻ കണ്ട നെയ്യ് തെളിഞ്ഞ് കൊതിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ഒന്നും ചെയ്യാനില്ല, പിന്നെ ഇറക്കാൻ പോണ്. ഇറക്കിയിട്ട് പപ്പടം കാച്ചാൻ പോണു. നാടൻ കോഴിയുടെ പവറേ. സരിതയെ കുളിക്കാൻ പോയേക്കാം. എൻ്റെ കുളി കഴിഞ്ഞ് വന്നു ഞാൻ. അപ്പോൾ ഇത് കൂട്ടുമ്പോഴേ നോക്കിയാൽ, ഇത് കൂട്ടുമ്പോൾ ചോറിൻ്റെ ഒപ്പം പപ്പടം വേണം. പപ്പടം ഉണ്ടെങ്കിലാണ് അടിപൊളി. ആ അല്ല, ഞാൻ ഈ നിനക്ക് നീ അല്ല സരിതി അപ്പുറത്തേക്ക് കൊണ്ടുപോയി ആദ്യം. നാളെ ഇവിടുന്ന് ഇവിടെ ബീച്ചിൽ പിന്നെ ഇതിലല്ലേ വിളമ്പാ. പപ്പടം കൂട്ടാൻ ഇല്ല, ഇത് ആർക്കും വേണമെങ്കിൽ വിളമ്പെടുക്കണ്ട. കോഴിയുടെ ചാറ് ചോറിലൊഴിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. എന്നിട്ട് പപ്പടം ഈ കൂട്ടാൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നെയ്യാണ്. നമ്മുടെ സാധാരണ നാടൻ കോഴികൾക്ക് ഇത്രയ്ക്ക് നെയ്യ് ഉണ്ടാവില്ല. തോരൻ നെയ്യെന്നറിയോ? അപ്പൊ നാടൻ കോഴിയല്ലോ, ആ മറ്റേ ബ്രോയിലറാണ്. ഇവിടെ നാടൻ പോലെയായി മാറിയത്. നമ്മുടെ ജൈവ തീറ്റയില്ലേ, നാടൻ കോഴി ഇറച്ചി പോലെ തന്നെ മുറുക്കള ഇറച്ചി തന്നെയാണിത്. പക്ഷെ ഇത് വെന്തൂട്ടാ, അത് കാരണം കൊണ്ട് കഴിക്കാൻ രസമുണ്ട്. എന്നാല് ബ്രോയിലറിന്റെ പോലെ അങ്ങനെയുമല്ല, മുറുക്കുണ്ട് ഇത്തിരി. പിന്നെ കിട്ടാന്ന് വെച്ചാ നെയ്യ്. നെയ്യിലേക്ക് ഇടുന്നിട്ടല്ലേ ഇങ്ങനെ കിടന്ന് വേവണേ, അതിൻ്റെയാണ് ഈ രസം. പിന്നെ വെളിച്ചെണ്ണ ഇല്ല കേട്ടാ. വെളിച്ചെണ്ണ തൊട്ടക്കം സരിത മറ്റേ മിളക് ആക്കിയത് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒന്നും വേണ്ട, അടിപൊളി. അപ്പോൾ ശനിയാഴ്ചത്തെ ഈ ഊണ് കാലകനാണെന്ന് പറഞ്ഞ കാലകനാണ്. അപ്പോൾ ഇന്നത്തെ രസമായിരുന്നു. പപ്പടം അടിപൊളി കേട്ടാ ചോറ്. അപ്പം നിർത്താതെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.